സാർ, AN ജുവലറിയിൽ ജോയിൻ ചെയ്തിട്ട് നീ എല്ലാവരുടെയും ഹൃദയം കവർന്നു. സാർ, മാളവിക കളക്ഷൻസ് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു തരംഗം ഉണ്ടാക്കി. പക്ഷേ എതിരാളികളുടെ സഹായത്തോടെയാണ് നീ ഒരു സ്റ്റാർ ആയത്, അല്ലേ? അല്ല സാർ. എന്തിനാണ് നീ ഇനിയും കള്ളം പറയുന്നത്? നിനക്ക് ഡിസൈനുകൾ വരച്ചു തന്നത് ആ നയനയല്ലേ? ഞാനൊരു ഡിസൈനറാണ് സാർ. ആയിക്കോട്ടെ, നീ ഒരു ഡിസൈനറാണ്. പക്ഷേ നിനക്ക് നയനയുടെ അത്രയും ഐഡിയ ഇല്ല. നീ അടുത്ത സമയത്തൊന്നും ഈ പണി ചെയ്തിട്ടുമില്ല. വിവാഹം കഴിഞ്ഞു പോയതിനു ശേഷം ഇപ്പോ AN ജുവലറിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ നീ മനഃപൂർവ്വം അവിടെ കടന്നുകൂടിയതാണ്. ശരിക്കും പറഞ്ഞ ആദർശ് എന്ന സൂത്രശാലി നിന്നെ അതിനു വേണ്ടി നിയോഗിച്ചതാണ്. സാറേ, സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് AN ജുവലറിയിലേക്ക് വന്നതും അവിടെ ജോലി ചെയ്തതും. ഞാൻ നാഗേന്ദ്രൻ. മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന എതിരാളികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് എൻ്റെ ഒരു രീതി. ഞാനാണ് ശരിക്കും ആദർശ് തേടുന്നയാൾ. AN ജുവലറിയുടെ യഥാർത്ഥ MD, മുതലാളി. ഇവള് ചാരപ്പണി ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. ചിലപ്പോ ശരിയായിരിക്കും. ദാ, ഇതൊന്ന് നീ നോക്കിയേ. ഇത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതല്ല, ഇത് ശരിക്കും നടന്നതാണ്. അത് പിന്നെ ഞാൻ നേരത്തെ മൂർത്തീസ് ജ്വല്ലറിയിൽ ജോലി ചെയ്തിരുന്നതാ. അപ്പോ ആദർശ് സാറിനെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കണ്ടതാ. നീ ഇനി എത്ര കള്ളം പറയാൻ ശ്രമിച്ചാലും നീ രക്ഷപ്പെടില്ല. കാരണം ഞാൻ ആരാണെന്നും AN ജുവലറിയുടെ യഥാർത്ഥ മുതലാളി ആരാണെന്നും നിന്റെ മുന്നിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നിന്റെ നാവിന്ന് മറ്റൊരാൾ അറിയാൻ പാടില്ല. എടോ ഡേവിഡ്, ഇവളുടെ വിധി നടപ്പിലാക്കാല്ലേ? കയർ റെഡിയല്ലേ? റെഡിയാണ് സാർ. അയ്യോ, വേണ്ട വേണ്ട സാർ, വേണ്ട സാർ, വേണ്ട, പ്ലീസ് വേണ്ട സാർ.